ചുമ്മാനെ വേദനിപ്പിക്കുന്ന ഉപ്പാനെ ചീത്ത വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കള് കേട്ടോ. അല്ലാഹുവേ, അടുത്ത് ഞാനൊരു രോഗം പിടിച്ച് കിടക്കുന്ന മനുഷ്യനെ കാണാൻ ചെന്നു. ഒരുപാട് കൊല്ലം ഗൾഫിൽ കിടന്ന് ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാ. അവസാനം പടച്ചവനെ ഇന്ന് ക്യാൻസറാ. മൂത്രം ഇങ്ങനെ മുറിവിലൂടെ പൊക്കൊണ്ടിരിക്കുകയാ. കാണാൻ ചെന്നപ്പോ ഉസ്താദേ, എന്റെ മക്കൾ എന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുന്ന ഉസ്താദ്, എന്നെ തല്ലുന്ന ഉസ്താദ്, എന്റെ ഭാര്യ എന്റെ മുറിവിന്റെ അകത്തിട്ട് ഇടിക്കുകയാ. എനിക്ക് മരിക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ. അല്ലാഹുവേ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുണ്ട്. അല്ലാ, ഒരു പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോ അല്ലാഹുവേ, പെറ്റതള്ളയെ നിനക്ക് തിരിഞ്ഞു നോക്കാൻ സമയമില്ല. ഇന്നവര് നിനക്ക് അധിക പറ്റായല്ലോ. അല്ലാ, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളുണ്ട്, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ട്, ഉമ്മാനെ ഭീഷണിപ്പെടുത്തുന്ന മക്കളുണ്ട്. രക്ഷപ്പെടില്ലടാ ചെറുപ്പക്കാരാ. വല്ലാഹി സത്യം, ഒരു കാലത്തും നീ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നണ്ട. അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഗൾഫുകാരനായ ഒരു ഭർത്താവും മക്കളും നിനക്ക് ഒരു കൊട്ടാരം കിട്ടിയപ്പോ നിന്നെ പോറ്റി വളർത്തിയ നിന്റെ ഉമ്മാനെ ഒന്ന് പോയി കാണാൻ നിനക്ക് സമയമില്ലല്ലോടി. ഒന്ന് തിരിഞ്ഞു നോക്കാ. അല്ലാഹുവേ, ഇന്നവൾക്ക് ഭർത്താവും മക്കളും മതി. ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ച പണത്തിൽ നിന്ന് സ്വർണ്ണവും തന്ന് നിന്നെ കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മാനെ നിനക്ക് നോക്കാൻ സമയമില്ല. വാപ്പാനെ ഒന്ന് ഫോൺ വിളിക്കാൻ സമയമില്ല. എന്റെ പ്രിയമുള്ളവരെ, നീ പണിത കൊട്ടാരത്തിന്റെ അകത്ത് രോഗം പിടിച്ച് അല്ലാ ബോധമില്ലാതെ കിടക്കുന്ന നിന്റെ വാപ്പയോ ഉമ്മയോ നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് അറിയാതെ ഒന്ന് മൂത്രപൊഴിച്ച, ഒന്ന് കാഷ്ടിച്ച, ഈ കിളവനെയും കിളവിയെയും എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറയുമ്പോ, എനിക്ക് നോക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോ അല്ലാഹുവേ, ഉമ്മാനെ വഴക്ക് പറയുന്ന മക്കളെ, നിന്റെ ഉമ്മ വീടിന്റെ അകത്തല്ലേടാ ഒന്ന് കാർക്കിച്ചു തുപ്പിയത്? അറിഞ്ഞുകൊണ്ടല്ലോ, അറിയാതെയല്ലേ? ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യില്ലല്ലോ. ഓർമ്മയില്ലാതെ വാപ്പയൊന്ന് കാർക്കിച്ചു തുപ്പിയപ്പോ, എടാ കഴുകിയാ ബെഡ് ശരിയാകുമല്ലോ, ഒന്ന് കഴുകിയാ ശരിയാകുമല്ലോ. പടച്ചവനെ, ആ സമയത്ത് ഉമ്മാനെ ചീത്ത വിളിക്കുന്ന എന്റെ മക്കളോട് നമ്മൾ എവിടെ കിടന്ന മൂത്രമൊഴിച്ചതും ഓർക്കുന്നത് നല്ലതാ. നമ്മുടെ പെറ്റുമ്മാന്റെ ശരീരത്ത് ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം മൂത്രമൊഴിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം കാഷ്ടിച്ചിട്ടുണ്ട്. മോനെ, ഞാനും നിങ്ങൾ ഉമ്മാന്റെ മുഖത്ത് എത്ര പ്രാവശ്യം ഛർദിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മ നമ്മളെ തല്ലിയോ? നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞില്ലല്ലോ. എന്ത് ചെയ്താലും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച ഉമ്മ, എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചുടുചുംബനം തന്ന ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളോട്, തല്ലുന്ന മക്കളോട്, കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളോട് അല്ലാഹുവേ, നിനക്കല്ല തരുന്ന ശിക്ഷ നല്ലതുപോലെ കേട്ടോ. നിനക്കല്ലാഹു തരുന്ന ശിക്ഷ നീ നല്ലതുപോലെ കേട്ടോ. നിന്റെ മക്കളും തിരിച്ച് നിന്നോട് അങ്ങനെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ എങ്ങനെ വളർത്തിയാൽ, എത്ര നല്ലതുപോലെ നിന്റെ മക്കളെ വളർത്തിയാൽ, നിന്റെ വാപ്പാനെ നീ വേദനിപ്പിച്ചിട്ടുണ്ടോ? പാനെ നേരെ കൈപൊക്കിയിട്ടുണ്ടോ? പാനെ നീ ചീത്ത പിടിച്ചിട്ടുണ്ടോ? പാനെ അടിച്ചിറക്കിയിട്ടുണ്ടോ? അല്ലാഹി സത്യം, നിന്റെ മക്കളെ ചെയ്യും വാപ്പാ. എങ്ങനെ വളർത്തിയാൽ, എത്ര സ്നേഹിക്കുന്ന മക്കളാണെങ്കിലും നിന്നെ ഒരു ദിവസം അവൻ തല്ലും വാപ്പാ, നിന്നെ ചീത്ത വിളിക്കും, നിന്നെ വൃദ്ധസദനത്തിൽ വലിച്ചെറിയുന്ന ഒരു ദിവസം മരിക്കുന്നതിന് മുമ്പ് നീ കാത്തിരുന്നോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിനെ കിട്ടിയപ്പോ, പണം കിട്ടിയപ്പോ മറന്ന ഉമ്മ, മോള് ഇപ്പോഴേ നോക്കിക്കോ. ഈ വളർത്തുന്ന മക്കൾ ഒരു ദിവസം നിന്നോട് ഇതുപോലെ കാണിക്കുമ്പോള് അപ്പോഴേ നിനക്കതിന്റെ വേദന അറിയോ? അപ്പോഴേ ഉമ്മാന്റെ നെഞ്ച് പൊട്ടിയതിന്റെ വേദന നിനക്ക്
നിങ്ങൾക്കറിയോ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഇന്ന് രാത്രി വീട്ടിലേക്ക് കടന്നതല്ലേ, വീടിന്റെ അകത്ത് രോഗം പിടിച്ച് കിടക്കുന്ന വാപ്പാന്റെ കട്ടിലിന്റെ ചാരത്ത് ചെന്നിട്ട് ഉപ്പാന്റെയും ഉമ്മാന്റെയും കയ്യിൽ പിടിച്ചിട്ട് കരമുമ്മ, തല്ലണമെങ്കിൽ തല്ലിക്കോ, എന്ത് വേണമെങ്കിലും പറഞ്ഞു ഉമ്മ, എനിക്ക് നിങ്ങളുടെ പൊരുത്തം വേണം, ഞാൻ നിങ്ങളുടെ പൊന്നുമോനല്ലേ, നിങ്ങളുടെ കാൽച്ചവട്ടിൽ കിടക്കുന്ന സ്വർഗം എനിക്ക് വേണം ഉമ്മ. ഉമ്മാനോട് പൊരുത്തം ചോദിച്ചോ, വാപ്പായോട് പൊരുത്തം ചോദിക്കാതെ കിടക്കല്ലേ. മാസങ്ങളായിട്ട് ഫോൺ വിളിക്കാത്ത പെണ്ണ് ഈ പാതിരാത്രി വിളിക്കുമോള്, ഉമ്മ ഒരിക്കലും നിന്നെ കുറ്റം പറയൂല, നിന്റെ വിളി കാത്ത് കിടക്കുകയാ, നിന്റെ ഒരു വിളിയും കാത്ത് കിടക്കുന്ന ഉമ്മ. എന്തേ മോള്, എന്റെ മോക്ക് സുഖമാണോ? ഈ പാതിരാത്രി വിളിച്ചാലും ഉമ്മ നിന്റെ വാക്ക് വല്ലാതെ ഇഷ്ടമാ പൊന്നുമോള്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് ഒരുത്തം ചോദിക്കാതെ കിടക്കല്ലേ. നീ പള്ളിക്കാട്ടിലാണെങ്കില്, 6 അടി മണ്ണിന്റെ കെട്ടാണെങ്കില്, നാളെ രാവിലെ നിന്റെ ഉപ്പാന്റെ കബറിന്റെ ചാരത്ത് പോകണേ. പല മക്കൾക്കും മാതാപിതാക്കളുടെ കബർ എവിടാണെന്ന് പോലും അറിയൂല. എവിടെയാണ് തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കബറെന്ന് പോലും അറിയാത്ത മക്കളുണ്ട്. നാളെ പോകടാ, പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മീ. മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്ത് ചെന്നിട്ട് പൊട്ടിക്കരന്നുകൊണ്ടും എനിക്ക് പൊരുത്തം തരണേ. ഉമ്മകത്ത് കിടന്ന് കേൾക്കുവടാ, ഞാനും നിങ്ങളും പറയുന്നത് മുഴുവനും നമ്മുടെ ഉമ്മ കേൾക്കുന്നുണ്ട്, നമ്മുടെ വാപ്പ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ ഒരാഴ്ച, ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ചെയ്ത നല്ല കാര്യം മുഴുവനും കബറിന്റെ അകത്ത് കൊണ്ട് കാണിക്കും, മോശമായതും കൊണ്ട് കാണിക്കും. ആ സമയത്ത് നീ ചെയ്ത വൃത്തികേടുകൾ കണ്ടിട്ട് നിന്റെ മാതാപിതാക്കള് കരയും മോനെ. അതുകൊണ്ട് പൊരുത്തം ചോദിക്കാൻ മറക്കല്ലേ. അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളില് ഞങ്ങളെ പെടുത്തണേ അല്ലാ. പലപ്പോഴും പലതും പറഞ്ഞു പോയിട്ടുണ്ട്, അറിയാതെ വന്നു പോയതാ അല്ലാ. ഞങ്ങളുടെ മക്കൾ അതിന് പകരം ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ, ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ നാഥാ.